ഹായ്, റാഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വെറൈറ്റി ഫുഡാണ്. അതായത് ഒരു 5 തരം ഇടിയപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ള കളറിലെയാണ്. അതിന് സാധാരണ പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആ ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ എല്ലാത്തിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇടിയപ്പം നമുക്ക് സേവനാഴിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വെന്തെടുക്കാം കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ നീല കളറിലെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളച്ചെടുക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അരിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആ ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല കളറൊക്കെയാണ്. അതിലേക്ക് നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണേ. നല്ല ചൂടാണ്, കുഴച്ചെടുക്കാനൊക്കെ പാടാണ്. കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ്. ഇനി നമുക്ക് സേവനാഴിയിൽ വെച്ചിട്ട് ഇതുകൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് വെന്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല കളറ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ അല്ലാതെ നമ്മൾ ശംഖുപുഷ്പമൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇത് കുടിക്കാൻ പറഞ്ഞാൽ അവർ കുടിക്കത്തില്ല. കാരണം ഇങ്ങനെയാകുമ്പോൾ അവർക്ക് ഈ കളറോടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അതിപ്പോൾ നമ്മളായാൽ പോലും അങ്ങനെ തന്നെയാണ് അല്ലേ. കളർഫുൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അട്രാക്ഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തെടുക്കണം. അടുത്ത നമ്മൾ എടുക്കുന്നത് ഒരു പച്ച കളറിലെയാണ്. അത് കുറച്ച് മുരിങ്ങയില വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു ഏലക്കയും കൂടി ചേർത്തിട്ട് നമ്മളത് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഞെവിടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയിലേക്ക് ചെറിയൊരു ഇതുണ്ട്. നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ലൈറ്റ് ഷെയ്ഡാണ് കിട്ടിയേക്കുന്നത്. ലൈറ്റ് പച്ച കളറിലെയാണ് കിട്ടിയേക്കുന്നത്. ഇതാ കണ്ടില്ലേ. നമുക്കിതും കൂടി വെന്തെടുക്കണം. പിന്നെ ഞാനൊരു ഓറഞ്ച് കളറ് പ്രതീക്ഷിച്ചാണ് ക്യാരറ്റ് എടുത്തത് കേട്ടോ. പക്ഷേ എനിക്ക് ഓറഞ്ച് കളർ കിട്ടിയില്ല. ഇത് ഞാൻ നീരെടുത്തിട്ടില്ല. ഇത് നമ്മൾ അരച്ചിട്ട് അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വെന്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. അരച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു യെല്ലോ ഷെയ്ഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നല്ല കളറാണ് കാണുമ്പോഴേക്കും. കണ്ടില്ലേ, ഇതും കൂടി നമുക്ക് ആക്കിയെടുക്കാം. ഇതൊന്ന് വെന്തെടുക്കണം. അടുത്ത അടിപൊളി ഒരു കളറാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള. നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും നമ്മളെടുത്തിട്ട്. അതിന് നീരെടുത്തിട്ട് നമ്മളതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചിട്ടാണ് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുന്ന. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ബീട്രൂട്ടിൻ്റെ കളർ വന്നപ്പോഴാണ് ഭയങ്കര കളർഫുൾ അല്ലേ. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട കലർത്തിയിട്ട് ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞങ്ങൾ കടയിൽ പോകുന്നതിൻ്റെ ധൃതിയിലാണ് ഇതൊക്കെ ആക്കിയെടുക്കുക. ഒക്കെ സെപ്പറേറ്റ് എടുത്തുകൊണ്ട് ഭയങ്കര താമസമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് എല്ലാ കളറും കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, തേങ്ങാപ്പീരിയൊക്കെ ഇട്ടിട്ട് കണ്ടോ. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീനും ബ്ലൂ ഒക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമ്മളിത് കറിയുടെ കൂട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ കുറച്ച് തേൻ ഒഴിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.